NSS-SNDP ഐക്യം വാക്കുകളിലല്ല. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്കായി സുകുമാരൻ നായരെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ മുന്നേറ്റമായി മാറുമോ? നല്ലൊരു മുന്നേറ്റം, ഒരു ഹിന്ദു സമുദായ മുന്നേറ്റമായി ഇത് മാറും. പക്ഷേ അത് ഹിന്ദു എന്ന് പറയുമ്പോൾ വർഗീയമല്ല, നമ്മുടെ സാംസ്കാരിക നാഗരികതകൾക്കുള്ള ഒരു മുന്നേറ്റമെന്ന് വേണമെങ്കിൽ പറയും. ഇത്രയും കാലം LDF UDF ഇവിടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് SNDPയുടെ ഉന്നതാധികാര സമിതി ഇന്നലെ കണിച്ചിക്കുളങ്ങര കൂടുകയും സുകുമാരൻ നായർ സാറുമായിട്ട്, ബഹുമാനപ്പെട്ട NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ട് സംസാരിക്കുവാൻ യോഗം, SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതിൻ്റെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റായിട്ടുള്ള തുഷാറിനെ ചുമതലപ്പെടുത്തി. അപ്പോൾ അത് കേരളത്തിലെ നവോത്ഥാനങ്ങൾക്ക് വലിയ മാറ്റമാണ്. ഇപ്പോൾ പിണറായി വിജയൻ നവോത്ഥാന മതിൽ കെട്ടിയെങ്കിലും, വനിതാ മതിൽ കെട്ടിയെങ്കിലും, ആ മതിലിന് നേതൃത്വം കൊടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആ മതിലിൻ്റെ കട്ടകളെല്ലാം ഇപ്പോൾ ഇളകി തുടങ്ങി. ഇപ്പോൾ ഇവരുടേതായ ഒരു SNDP NSS സമ ഐക്യ സിദ്ധാന്തം കേരളത്തിൽ പ്രാവർത്തികമാകും. ഇന്നവർക്ക് മനസ്സിലായി. അത് വെള്ളാപ്പള്ളി തുടർന്ന് പറഞ്ഞല്ലോ, ഒരു പച്ച ഗവൺമെൻറ് വരികയാണ് എങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമുദായങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. വെള്ളാപ്പള്ളി എടുത്തെടുത്ത യോഗത്തിൽ പറഞ്ഞു, പത്രക്കാരോടും പറഞ്ഞു, മതമല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുകയാണ് എങ്കിലും മതമാണ് നമ്മുടെ പ്രശ്നം, മതമാണെന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് അവരുടെ കൺവെൻഷനിൽ സംസാരിച്ചു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇവിടുത്തെ കോൺഗ്രസ്സോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇവർ വാതോരാതെ ഭാരതീയ ജനതാ പാർട്ടിയും RSSും വർഗീയമെന്ന് പറഞ്ഞ് നടക്കുകയും, മറ്റേ എന്തോ പണ്ട് ഗുജറാത്തിലെ കലാപം നടന്നപ്പം കുഞ്ഞിനെ കുത്തി ശൂലത്തിലെടുത്ത് ഉയർത്തിയതാണ് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരണം നടത്തിയവരാണ്. ഈ കൊലവിളി പ്രസംഗം നടത്തിയപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി മുസ്ലിം പാർട്ടിയാണ്, നമുക്ക് മതമാണ് പ്രശ്നം, ഞമ്മൻ്റെ ആളുകൾക്ക് വേണ്ടി നമുക്ക് പലതും ചെയ്യണം, ഇനി അധികാരമില്ല എങ്കിൽ ഞമ്മൻ്റെ ആളുകൾ ഞമ്മൻ്റെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും, അതുകൊണ്ടൊരു പച്ച സർക്കാർ വരണമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് കണ്ണുറക്കേണ്ടി വന്നു, സുകുമാരൻ നായർ സാറിനും കണ്ണുറക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ പോകുകയാണ് എങ്കിൽ ഇപ്പം 30 സീറ്റ് ഉള്ള ലീഗ് 36 സീറ്റ് വരെ ചോദിക്കും, 33 അവർ ജയിക്കും. UDFിലെ ഏറ്റവും വലിയ കക്ഷി അവരാവും. കോൺഗ്രസ്സിലെ എല്ലാ MLAമാരും ജയിക്കുമെന്നില്ല, അവർ 30 ജയിക്കും. ഒരു MLA എങ്കിലും കൂടിയാലോ ഈക്വലൻ്റ് ആയാലോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം പോകും, വിദ്യാഭ്യാസം, റവന്യൂ, പഞ്ചായത്ത്, വ്യവസായം. അപ്പോൾ അവരുടേതായ മതം പ്രചരണം ഇവിടെ നടക്കും. അതിനു വേണ്ടി ഇപ്പോൾ പുത്തരിക്കണ്ടം നടന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമ്മേളനവും അതുപോലെ സമസ്തയും അതുപോലെ മറ്റ് സംഘടനകളും മറ്റേ ജമാഅത്ത് ഇസ്ലാമി എല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കും. വീണ്ടും പഴയതുപോലെ മാറാടുകൾ ആവർത്തിക്കും. VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാനെടുത്ത വേദിയും അതായിരുന്നു, കാന്തപുരത്തിൻ്റെ വേദിയാണ്. അല്ല, അവർ വിമർശിക്കുകയും ചെയ്യും. ഇപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി കണ്ടില്ലേ, മറ്റേ ദലീമ എന്ന് പറയുന്ന ഗായിക അവരുടെ ജമാഅത്തിൻ്റെ പരിപാടിയിൽ പോയി പ്രസംഗിച്ചു. മറ്റവരുടെ ഇതിലൊരു അബൂബക്കർ UDFിൻ്റെ സൈഡിലുള്ളവരും പോയി പ്രസംഗിച്ചു. അവർ മതേതരത്വം പറയുകയും ചെയ്യും, ജമാഅത്തുകാരുടെ പരിപാടികളെല്ലാം അവർ പോകും. ഇതാണ് അവരുടെ വർഗീയ നിലപാട്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇവിടെ മതമല്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി മുസ്ലിം ലീഗിനെയും ഇസ്ലാമിസ്റ്റിനെയും എതിർക്കുന്നു. മുൻകാലങ്ങളിൽ NSS-SNDP ഐക്യമുണ്ടായിരുന്നു, അത് അതിവേഗം തന്നെ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു തകർച്ച ഇത്തവണ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അത്തരത്തിലൊരു തകർച്ചയോ NSSന് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്ത് കമ്മീഷനായിട്ട് പോവുകയാണെങ്കിൽ ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവും. SNDPക്കും അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ കൊടുത്ത് സർക്കാർ ഇത്രയും കാലം ഓഫറുകൾ കൊടുത്ത് നിന്നുകൊണ്ടാണ് SNDP NSSകാർക്ക് ചിന്ത വന്നത്. അപ്പോൾ ആ ചിന്ത ഇന്ന് അവർക്ക് മാറ്റി അവർ ഒന്നിക്കണം. അല്ലെങ്കിൽ ഒരു വെള്ളാപ്പള്ളിയോ ഒരു സുകുമാരൻ നായർ സാറോ അല്ല, ഭാവിയിൽ വരുന്ന ഹിന്ദു സാമുദായിക അംഗങ്ങൾക്ക് ഒരുപാട് വില
ഈ നേതാക്കൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ NSSന് ഇത്രയും അബദ്ധം പറ്റിയെന്താ? ബഹുമാനപ്പെട്ട കരുണാകരൻ മന്ത്രിസഭാ കാലത്ത് 10-18 MLA-മാരുണ്ടായിരുന്ന NDP, നാഷണൽ ഡെമോക്രാറ്റ് പാർട്ടി എന്ന് പറയുന്ന NSSൻ്റെ രാഷ്ട്രീയ സംഘടന, അവരേകദേശം വളർന്ന് കോൺഗ്രസിനെക്കാളും വരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രബലർ പറഞ്ഞു ഇവരെ ഒതുക്കിയില്ലെങ്കിൽ മുസ്ലിം ലീഗിനും ആപത്താണ്. കേരള കോൺഗ്രസും പറഞ്ഞു ആപത്താണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുന്നണി സംവിധാനം UDF എന്ന് പറയുന്ന സംവിധാനം കരുണാകരൻ സാർ ഉണ്ടാക്കി ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ ഹൈക്കമ്മീഷണറായിട്ട് സിംഗപ്പൂർ അയച്ചു. ഇപ്പോൾ ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾ നേതൃത്വം കൊടുക്കുവാൻ കേരളത്തിലില്ല എങ്കിൽ ആ സംഘടന ഛിന്ന ഭിന്നമായി പോകും. ആ ഒരവസ്ഥയാണെന്ന് NSSൻ്റെ കിടങ്ങൂർ പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു സാമുദായിക ആചാര്യൻ ഓരോ കരയോഗങ്ങളിലും ഓരോ താലൂക്ക് യൂണിയനുകൾ വരുമ്പോഴും ആനയും അമ്പാരിയുമായിട്ട് അമ്മ പെങ്ങന്മാർ സ്വീകരിക്കുന്നു. ഇന്ന് NSSൻ്റെ ആസ്ഥാനത്ത് ഒരു ജനറൽ സെക്രട്ടറി വരികയാണെങ്കിൽ ആരുമില്ല സ്വീകരിക്കാൻ. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി സമുദായ സംഘടന നായറിൻ്റെ ഐക്യത്തിന് വേണ്ടിയല്ല, നായരുടെ സ്പ്ലിറ്റിന് വേണ്ടിയാണ്. അതുപോലെയാണ് SNDPയുടെ സംഘടന. അവർക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. കൊല്ലം ദിവാകരൻ സാറിനെ പോലുള്ളവർ SNDPക്കും നല്ല സംഘടന ഇതിലുണ്ടായിരുന്നു. അവർ മന്ത്രിമാരുണ്ടായിരുന്നു. അതും പാർട്ടി ഇല്ലാതാക്കി. SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയും കുഴിച്ചു മൂടി. UDF അവരും ഇന്ന് അവതാളത്തിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തോ ഒക്കെ പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇദ്ദേഹത്തിന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വനിതാ മതിലും ഉണ്ടാക്കി ഒരു നവോത്ഥാന പ്രസ്ഥാനം അങ്ങ് പടുത്തുയർത്തി. അതിനകത്ത് പുന്നല ശ്രീകുമാർ KPMS ഉണ്ടായിരുന്നു. വേറെ പല സംഘടനകൾ, ഹിന്ദു സംഘടനകളുണ്ടായിരുന്നു. ശബരിമല വിഷയം വന്നപ്പോഴേ അവരെല്ലാം കൂടി ചേർന്നിട്ട് മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളാ ഒരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് എല്ലാ ഇവിടുത്തെ മലപ്പുറം പോലുള്ളവർ ആനുകൂല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുപോയി. അതേപോലെ അവരുടെ തന്നെ തീവ്രവാദ സംഘടനകൾ കൊലവിളികൾ വിളിച്ചു. ആലപ്പുഴ ഇല വെട്ടിയിടുക, മറ്റേ കുന്തിരിക്കവും എല്ലാം പോച്ചു വയ്ക്കുക എന്ന് പറഞ്ഞ് ആ SNDP സമുദായത്തിൽ തന്നെപ്പെട്ട ആ ശ്രീനിവാസൻ വക്കീലിനെ ഇവർ വെട്ടിക്കൊന്നു, ഇസ്ലാം തീവ്രവാദി. അപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും എതിർപ്പുണ്ട്. ഈ തീവ്രവാദികൾ വളർന്നത് നല്ല മുസ്ലിങ്ങളെ പോലും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലും എല്ലാം വിശ്വസിക്കുന്ന നല്ല മുസ്ലിങ്ങളുണ്ട്. അവരും പറയുന്നത് നമ്മളെ ആ കണ്ണുകൊണ്ടാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ താന്തിയ തോപ്പി, നാനാ സാഹിബ്, ബഹദൂർ ഷാ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലുള്ള നല്ല നല്ല വ്യക്തികൾ കേരളത്തിലുണ്ടാകും. CH മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടിനഹ, ബാൽഡാരം, ഫക്കീർ ഖാൻ തുടങ്ങിയ സഖാക്കളും ഈ രാജ്യത്ത് മതം അല്ല, ഇവിടുത്തെ മാനവികതയാണ് വലുതെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തകർന്നു പോയി. എല്ലാം മതത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു ഐക്യം വന്നില്ല എങ്കിൽ SNDP, NSS, KPMS, ബ്രാഹ്മണ സഭ എല്ലാം, അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞ നായർ മുതൽ നായാടി വരെ നസ്രാണി വരെ ഒന്നിച്ചില്ല എങ്കിൽ കേരളം വളരെ പ്രത്യാഘാതമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവർ വേണ്ടി വന്നാൽ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഭരണം മുസ്ലിം ലീഗിൻ്റെ കൈകളിലേക്ക് പോകും. അത് കൊടുക്കുവാൻ അധികാരം ഇനി കോൺഗ്രസ്സിന് കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ നാഷണൽ നേതാക്കൾക്ക് യാത്ര ചെയ്യുവാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസയില്ല, ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യാൻ പൈസയില്ല. അധികാരമുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കോളേജുകൾ വിൽക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിൽക്കണം, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിൽക്കണം, കോടികൾ വാങ്ങണം, പാർട്ടി ഫണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇനിയൊരു ഭരണം മുസ്ലിം ലീഗിനോ UDFനോ കിട്ടിയിട്ടില്ല എങ്കിൽ ആ പാർട്ടി ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ അധപ്പതിച്ചോ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന കേരളത്തിലും അധപ്പതിക്കും. അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പച്ച MLA-മാർ എന്ന് പറഞ്ഞ ഗ്രീൻ MLA-മാരായ VD സതീശൻ, പ്രതാപൻ, ബലറാം, ഷാഫി പറമ്പിൽ, മറ്റേ വേറെ MP ആയിട്ട് നിന്ന് സുരേഷ് ഗോപി തോപ്പിച്ച ഒരാളുണ്ടല്ലോ, TN പ്രതാപൻ തുടങ്ങിയവരെല്ലാം കൂടി പച്ച മന്ത്രിസഭയ്ക്ക് കൂട്ടു നിൽക്കുന്നതും ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന വർത്തമാനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ
ഹൈന്ദവീയതയിലുള്ള NSSും SNDPയും KPMSും ബ്രാഹ്മണ സഭകളും ഒരു പുനർചിന്തനം ചെയ്യുന്നു. ഇവിടെ അവർ ഒന്നിച്ചില്ല എങ്കിൽ നാളൊരു കാലത്ത് അവരുടെ കുഞ്ഞുങ്ങൾ ഒന്നുമൊന്നും അല്ലാതാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.